ഇന്ന് ഞാനിവിടെ കറി വെക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയും തക്കാളിയും തേങ്ങയൊക്കെ അരച്ച് കറി വെക്കാൻ പോകുന്നത് ഷ്രിമ്പാണ്. ഇത് കുക്ക്ഡ് ഷ്രിമ്പാണ്, എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒരു കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പാണ്. ഫ്രോസറാണ്, ടെയിലുണ്ട്. ഇതിൻ്റെ വാലങ്ങെടുത്ത് കളഞ്ഞാൽ മതി. വേണ്ടേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറായി ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഈ വാലിങ്ങനെ അങ്ങ് ഊരി കളഞ്ഞാൽ മതി. കുക്ക്ഡാണ്, കണ്ടോ. എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ മസാലയൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ അരച്ച് വെക്കുന്ന ഒരു ഷ്രിമ്പ് കറിയാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഷ്രിമ്പ് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഐസ് പോകാനുണ്ട്. ഇതൊരു വലിയ ഷ്രിമ്പ് ആയതുകൊണ്ട് ഞാൻ നടുവേ ഒന്ന് മുറിച്ചിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിൽ നമ്മളിത് ഊരി കളയുന്നുണ്ട്. വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇഷ്ടംപോലെ കുഞ്ഞുള്ളിയും പിന്നെ കാന്താരിമുളകാണ് ചേർക്കുന്നത്. ഒത്തിരി കാന്താരിമുളക് ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. എല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഫ്ലെയിം ഓൺ ആക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു ഓയിലാണ് ഇത് വഴറ്റാൻ വേണ്ടി എടുക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, കാന്താരി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതിനകത്തുണ്ട്. ഇഷ്ടംപോലെ കാന്താരി ചേർത്തത് കൊണ്ട് ഞാനിവിടെ മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലൊന്ന് വഴറ്റിയ ശേഷം തക്കാളി ചേർക്കാം. എൻ്റെ കുറേ കുഞ്ഞു തക്കാളി ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ ചേർക്കുന്നത്. ഇതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് ഞാനിവിടെ സ്വല്പം പിന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിനകത്ത് മുഴുവനും കാന്താരി ഉള്ളതുകൊണ്ട് ഒരുപാട് മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ നമ്മുടെ പാപ്രിക്കയാണ് ഞാൻ സ്വല്പം ചേർക്കുന്നത്, നിറത്തിന് വേണ്ടി സ്വല്പം, നല്ല ഇച്ചിരി വീതം. പിന്നെ സ്വല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഇത്രയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സ്വല്പം ഉലുവാപ്പൊടി. ഉലുവ അത് മതി. ഒന്നിട്ട് ഇളക്കിയ ശേഷം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് ചേർത്തൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിനി പിന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി. നല്ല കൊഴുത്ത ചാറുള്ളതും അതുപോലെ ടേസ്റ്റോട് കൂടിയ ഒരു ഷ്രിമ്പ് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ വെറുതെ തേങ്ങയൊന്നും അരയ്ക്കാതെ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പൊന്നും കാണത്തില്ല. ഇതെല്ലാം കൂടെ ഒക്കെ ഒന്ന് അരച്ച് ചേർത്ത് കഴിയുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയും അതേ പാത്രത്തിലോട്ട് തന്നെയാണ് ഈ അരപ്പ് ഒഴിക്കാൻ പോകുന്നത്. വീണ്ടും ഫ്ലെയിം ഓണാക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയ ഗ്രേവി അത്രയും ചേർക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ്, ഈ ഒരു സമയത്ത് നമുക്കെല്ലാം തന്നെ നോക്കാം. എരിവ് വേണമെങ്കിൽ കൊടുക്കാം, മസാല വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, എല്ലാം ചേർക്കാം, പുളി വേണമെങ്കിൽ ചേർക്കാം. എന്തുവാണെങ്കിലും ഈ മസാല, ഈ ഗ്രേവി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെന്ത ഷ്രിമ്പ് ചേർക്കത്തുള്ളൂ. ഇതിൻ്റെ വാല് മാത്രം കളഞ്ഞാൽ മതിയായിരുന്നു. ഓൾറെഡി കുക്ക്ഡാണിത്. ഒരു വലിയ പാക്കറ്റ് വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. ഞാൻ പകുതി ഇതേപോലെ ഒരു ദിവസം ഒന്ന് കറി വെച്ചതാണ്. അതിൻ്റെ ബാക്കിയുള്ള ഷ്രിമ്പായിരുന്നു ഈ പാക്കറ്റിലിരുന്നത്. എന്തുവാണെങ്കിലും ഈ അരപ്പൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിന് നല്ല പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ല എരിവുമുണ്ട്. കാന്താരി അരച്ചത് കൊണ്ട്, പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം അരച്ചത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് തന്നെ ഉണ്ട്. ഈ ഒരു ഗ്രേവിക്ക് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം ഗ്രേവി വെക്കാം. പക്ഷെ ഞാൻ ഇത്രയും തന്നെ വെള്ളം വെക്കുന്നുള്ളൂ. ഇനിയും പിന്നെ വെന്ത ഷ്രിമ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഞാനിവിടെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഓൾറെഡി വെന്ത ഷ്രിമ്പാണ്, എന്നാലും നമ്മുടെ അരപ്പിനകത്തൊക്കെ കിടന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് കുറുകി പറ്റി വരണം.
ഷ്രിമ്പിന് കൂടി വേണ്ടിയുള്ള ഉപ്പാണ് ഞാൻ ഈ അരപ്പിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് കടു വറുത്തെടുക്കുന്നുണ്ട് ലാസ്റ്റിൽ. ഇതെല്ലാം വെന്ത് കുറുകി പറ്റി കഴിയുമ്പോൾ നമ്മളിത് കടു വറുക്കുന്നുണ്ട് ലാസ്റ്റിൽ. അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ നമ്മുടെ ഷ്രിമ്പേലൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. ഇപ്പോൾ 20 മിനിറ്റ് നേരം കഴിഞ്ഞു. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഷ്രിമ്പേൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക്, വറ്റൻമുളക്, കറിവേപ്പില മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ല ചൂടുള്ള ഇരുമ്പ് ചീനച്ചട്ടിയാണിത്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റോട് കൂടിയ നല്ല കുറുകിയ ചാറിൽ നമ്മുടെ ഷ്രിമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ എരിവും പുളിയും ഉപ്പും എല്ലാം തന്നെയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.